ആ അപകടം തുലച്ചത് ശ്രീകുട്ടി എന്ന ലേഡി ഡോക്ടറുടെ ജീവിതമാണ്. അല്ലെങ്കിൽ ഈ സ്ത്രീ തൻ്റെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന നീച പ്രവർത്തനങ്ങൾ പുറത്താവാൻ വേണ്ടിയായിരുന്നു ആ കാറ് വീണ്ടും അവർ മുന്നോട്ടെടുത്തത്. 18-ാം വയസ്സിൽ ഒളിച്ചോട്ടം, കാമുകൻ്റെ കുഞ്ഞുമായി മടങ്ങി വന്നു ശ്രീകുട്ടി എന്ന് പറയുന്ന ഈ ഡോക്ടർ. വീട്ടിൽ കുതിരക്ക് ട്രെയിനിങ്ങിന് വന്ന യുവാവുമായി പ്രണയത്തിലായി. ഇരുവരും നാട് വിട്ടുപോയി. ശേഷം ചെന്നൈയിൽ താമസിച്ചു. പിന്നെ അവിടെ നിന്നാണ് കൈക്കുഞ്ഞുമായി വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് ശ്രീകുട്ടി. വാഹനം ഓടിക്കുന്ന സമയത്തും ഇവർ മദ്യപിക്കുകയായിരുന്നു ചെയ്തത്. ഒരു ഡോക്ടറായ ഈ സ്ത്രീ ആ അപകടം നടന്ന സമയത്ത് തന്നെ ഒരു ഡോക്ടർ എന്ന നിലയിൽ തന്നെ കൊണ്ടാവുന്നത് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവരെ നമ്മളെല്ലാം അഭിനന്ദിച്ചേനെ. ശ്രീകുട്ടിയുടെ ആജ്ഞക്കനുസരിച്ച് തുള്ളുന്ന ഒരു ആൺവേശയായിരുന്നു ഈ അജ്മൽ. അജ്മലിന് പണവും മദ്യവുമെല്ലാം നൽകി തൻ്റെ കൂടെ കൂട്ടിയത് തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ വേണ്ടിയായിരിക്കാം. അല്ലെങ്കിൽ ഒരു ഡോക്ടറിന് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മദ്യപാനവും അവിഹിത ബന്ധങ്ങളും തുടർന്നുകൊണ്ടിരുന്ന ഈ ശ്രീകുട്ടി എന്ന ഡോക്ടർ മയക്കുമരുന്ന് കേസടക്കം 5-6ഓളം കേസുകളിൽ പ്രതിയായി ജാമ്യത്തിലിറങ്ങിയ ഈ അജ്മൽ എന്ന ക്രിമിനലിനെ കൂട്ടുപിടിച്ച് നടക്കുന്നത്. തൻ്റെ ഈ ആരും കേട്ടാൽ അറക്കുന്ന സ്വഭാവ രീതികൾ മറ്റുള്ളവരെ അറിയാതിരിക്കാൻ വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ശ്രീകുട്ടി എന്ന് പറയുന്ന ഈ നീച സ്ത്രീ ആ സമയത്ത് കാറ് മുന്നോട്ടെടുക്കാൻ പറഞ്ഞത്. കാറിൻ്റെ ആദ്യ ഇടിയിൽ നിലം വിട്ടു പൊന്തിയ കുഞ്ഞുമോൾ ശേഷം താഴെ വീണ് തല ഉയർത്തി എഴുന്നേറ്റ് വരികയായിരുന്നു. ആ ഇടയിലായിരുന്നു ഇവർ വീണ്ടും കാറ് നെഞ്ചിലൂടെ കയറ്റിയിറക്കിയത്. അവർ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ചെറിയ പരിക്കോട് കൂടി തന്നെ കുഞ്ഞുമോളുടെ സഹോദരിയെ പോലെ തന്നെ കുഞ്ഞുമോളും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരിക്കും. കുഞ്ഞുമോളുടെ സഹോദരി പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ അപ്പുറവും ഇപ്പുറവുമെല്ലാം വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കി. പക്ഷേ ആ സമയത്ത് വണ്ടികളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ഞാൻ സ്കൂട്ടർ മുന്നോട്ടെടുത്തത്. അപ്പോഴാണ് എവിടെന്ന് പോലും എന്ന് അറിയാതെ വളരെ വേഗതയിൽ ആ കാറ് ഞങ്ങളെ വന്നിടിച്ചത്. ഞാൻ അപ്പുറം ഇപ്പുറം നോക്കി വണ്ടി വരുന്നുണ്ടോന്ന്. ഇല്ലെന്ന് ഉറപ്പാക്കിയിട്ടാണ് ഞാൻ വണ്ടി എടുത്തത്. പക്ഷെ എന്തോ പെട്ടെന്ന് ഇതിലേ കൂടെ കയറി വന്നൊന്നും ഓർമ്മയില്ല. എനിക്ക് പെട്ടെന്ന് വന്ന് ഇടിച്ചിടുമായിരുന്നു ചേട്ടത്തി. പക്ഷെ എഴുന്നേറ്റ്, പക്ഷെ എന്തോ പിന്നെയോ കാർ കയറി ഇറങ്ങിയത്. ഇവർ പറയുന്നത് കേട്ടില്ലേ? ചേട്ടത്തി അപകടത്തിന് ശേഷം വീണ്ടും എഴുന്നേറ്റിരുന്നു. അപ്പോഴാണ് ഇവർ പിന്നെയും കാറ് കയറ്റിയിറക്കിയത്. ആ 2-ാം തവണയുള്ള കാർ കയറ്റലിലാണ് ശരിക്കും കുഞ്ഞുമോൾ മരണത്തിലേക്ക് വീണുപോയത്. ശേഷം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും കുഞ്ഞുമോൾ മരണത്തിലേക്ക് പോയില്ല. തുടർന്ന് രാത്രി 10:30 കൂടിയായിരുന്നു കുഞ്ഞുമോൾ മരണപ്പെടുന്നത്. ഇവരുടെ ചേർന്ന് നിന്ന് കെട്ടിപ്പിടിച്ചുള്ള ഫോട്ടോകൾ കണ്ടാൽ തന്നെ അറിയാം ഇവരെ ഇടയിലുണ്ടായിരുന്നത് സാധാരണ സുഹൃത്ത് ബന്ധമല്ല എന്നത്. അജ്മലിനെ ഈ സ്ത്രീ ഉപയോഗിക്കുകയായിരുന്നു. പിന്നല്ലാതെ എന്തിനു വേണ്ടിയാണ് ഇവർ ധാരാളമായി പണം വാരിക്കോരി അജ്മലിന് നൽകിക്കൊണ്ടിരുന്നത്?